ഫുട്ബോൾ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. എംബാപ്പയുടെ മാസ് സെൻട്രി, സൂപ്പർ കപ്പിൽ മുത്തമിട്ട് റയൽ മാഡ്രിഡ്. കഴിഞ്ഞ സീസണിലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരാണ് റിയൽ മാഡ്രിഡ്. എന്നാൽ യൂറോപ്പ ലീഗിന്റെ ചാമ്പ്യന്മാരെ തകർത്താണ് റിയൽ മാഡ്രിഡ് ഈ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത്. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു റിയൽ മാഡ്രിഡിന്റെ ജയം. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ രഹിതമായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ വാൽവർദെ 59-ാം മിനിറ്റിൽ വല ചലിപ്പിച്ചു. അതോടെ സ്കോർ ബോർഡിൽ 1-0 റിയൽ മാഡ്രിഡ് മുന്നിൽ. അധികം വൈകാതെ പാരീസിൽ നിന്ന് വന്ന എംബാപ്പയുടെ വെടിച്ചില്ലും 2-0. റിയൽ മാഡ്രിഡിനായി എംബാപ്പയുടെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ആദ്യ 11-ൽ സ്ഥാനം പിടിക്കാൻ ഇന്ന് എംബാപ്പയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ വക റിയൽ മാഡ്രിഡിനു വേണ്ടി സൂപ്പർ കപ്പിലേക്കൊരു ഗോളും അദ്ദേഹം സ്വന്തമാക്കി. ഇനി അങ്ങോട്ട് റിയൽ മാഡ്രിഡിന്റെ പുതിയൊരു കാലമാണ്, എംബാപ്പയിലൂടെയുള്ള കാലം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലം ഒരുപാട് കാലം കണ്ടാസ്വദിച്ചതാണ് ആരാധകർ. എന്നാൽ അതിനുശേഷം കരീം ബെൻസിമയായിരുന്നു അവിടെ നെടുന്തൂണായി ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനോ നിലവിൽ അൽ നസറിലും കരീം ബെൻസിമ അൽ ഇത്തിഹാദിലുമാണ്. അതിനാൽ തന്നെ എംബാപ്പയെ റിയൽ മാഡ്രിഡ് കൊണ്ടുവന്നത് മറ്റൊരു ഉദ്ദേശത്തിനുമല്ല. ഇവർക്കൊക്കെ പകരക്കാരനായി എംബാപ്പെ ഇനി വാഴും. സീസണിലെ ആദ്യ കിരീടത്തിൽ മുത്തമിട്ട് റിയൽ മാഡ്രിഡും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതെല്ലാത്തിനും ഒരു സൂചനയും കൂടിയാണ്. വരുന്ന ചാമ്പ്യൻസ് ലീഗിലും ലാ ലീഗയിലും മുന്നിൽ വരുന്നവരെല്ലാം ഒന്ന് വിറക്കേണ്ടിയിരിക്കുന്നു. അത് ഇതിനു മുൻപും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഇനി അതിൽ മാറ്റമില്ല. റിയൽ മാഡ്രിഡ് പഴയതുപോലെ എന്നും തിളങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം അവരുടെ കരുത്തേറ്റ വെള്ളക്കുപ്പായം അവർക്കങ്ങനെ മായ്ച്ചു കളയാൻ പറ്റില്ല.